കഴിയും. നിങ്ങൾക്കറിയാമോ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച തൗഹീദ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതും ഇത് തന്നെയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും പഠിപ്പിച്ച തൗഹീദ് ഇതാണ്. ഇമാം അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച തൗഹീദ് ഇത് തന്നെയാണ്. കഴിഞ്ഞില്ല, 4 ഖലീഫമാർക്ക് ശേഷം ഒരു ഭരണാധികാരികൾ വന്നപ്പോ മദീനയിലേക്ക് പുതിയ ഒരു ഗവർണറെ നിശ്ചയിക്കപ്പെടുകയാണ്. ആ ഗവർണർ അക്രമിയായ ഗവർണറാണ്. സഹോദരങ്ങളെ, അതിൽ നിന്ന് പരിഹാരം നേടുന്നതിന് വേണ്ടി സ്വഹാബത്ത് ചെയ്തതെന്താണെന്നറിയാമോ? ഹിജറ 346 വഫാത്തായ അല്ലാമ മസ്ഊദി രേഖപ്പെടുത്തി വെക്കുന്നു. 1100 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥം അല്ലാമ മസ്ഊദിയുടെ മുറൂജുദ് ദഹബ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഫജ്തമഅ അസ്സഗീറു വൽ കബീറു ബിമസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയുള്ള സ്വഹാബികളും താബിഈകളും അതാ മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. എന്നിട്ടോ വലജ്ജു ഇലല്ലാഹി വലാദു ബിഖബരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 അയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബത്ത് പഠിപ്പിച്ച തൗഹീദാണിത്. അവരുടെ ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിങ്ങനെ ചെല്ലുന്നു. മദീനയുടെ പള്ളിയുടെ ഒരു ഭാഗത്തുള്ള ഖബറിങ്കൽ ചെന്നിട്ട് അതാ റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ഷരീഫിനെ അവർ അഭയ കേന്ദ്രമാക്കുന്നു. അതിനെ അഭയ കേന്ദ്രമാക്കി പ്രാർത്ഥിക്കുകയാണ്. 3 അയ്യാം, 3 ദിവസം അതാ അവര് പ്രാർത്ഥിക്കുന്നു. പടച്ചവനെ, ഈ അക്രമിയായ ദുഷ്ഭരണമുള്ള ഈ ഗവർണറുടെ ശല്യത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. സ്വഹാബത്ത് പ്രാർത്ഥിക്കുകയാണ്. ആരംഭ റസൂലിന്റെ ഖബർ ഷരീഫിനെ കൊണ്ട് തവസ്സുല് ചെയ്യുകയാണ്. ആ ഖബറിനെ അഭയ കേന്ദ്രമാക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, ഇതിന് നേതൃത്വം നൽകിയതാരാണ്? സീമത്തുൻ നുജൂമി വൽ ലവാലി എന്ന ഗ്രന്ഥം നോക്കിക്കോളൂ. നമുക്കവിടെ കാണാം. അത് ചെയ്യുന്നത് ആരാണെന്നോ? തൗഹീദ് അറിയാത്തവരല്ല, ഖുർആൻ പഠിക്കാത്തവരല്ല, മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ജാറത്തിനെ അഭയ കേന്ദ്രമാക്കി പ്രാർത്ഥിക്കാൻ നേതൃത്വം നൽകുന്നു. 3 ദിവസമതാ അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നു. ആ ഗവർണറുടെ കയ്യിൽ ഒരു മുഴ പൊന്തുന്നു. ഫഖറജത് ഫീ കഫിഹി ബസ്റത്തുൻ, ഒരു മുഴ പൊന്തുകയാണ്. അങ്ങനെ അത് ചൊറിവാകുന്നു. ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അത് വ്രണമായി ക്യാൻസറായി മാറുന്നു. അയാൾ 18 ദിവസത്തിന്റെ ഉള്ളിൽ മരണപ്പെട്ടു പോകുന്നു. ഇതാരാ രേഖപ്പെടുത്തി വെച്ചത്? 1100 വർഷം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥം അല്ലാമ മസ്ഊദിയുടെ മുറൂജുദ് ദഹബാണ്. ഞാനിത് പറഞ്ഞത് എന്താണെന്നോ? 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം പാരമ്പര്യം എല്ലാ മുജാഹിദുകളും 8 ഗ്രൂപ്പുകളും പറയുന്ന തൗഹീദിനെതിരാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നതോ, ജാറത്തിങ്കൽ പോകുന്നതോ, അവരെ തവസ്സുലാക്കുന്നതോ, ശഫാഅത്ത് തേടുന്നതോ ഒരിക്കലും ശിർക്കല്ല. കേരളത്തിലെ മുജാഹിദുകളുടെ തീവ്രവാദി മാസിക എഴുതി വെച്ചതെന്താ? ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി മഖ്ബറകൾ തേടിപ്പോയാൽ അത് ഇസ്ലാമല്ല, മുസ്ലിം സംസ്കാരമല്ല, അവൻ മുശ്രിക്കാണ്, അവൻ കാഫിറാണ്, അവൻ ജൂതനാണ്, അവൻ ക്രിസ്ത്യാനിയാകുന്നു. മഅദല്ലാഹ്.
ഇവർ ഈ പഠിപ്പിക്കുന്ന ആശയമനുസരിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ സംഘടിച്ച സ്വഹാബി വര്യന്മാർ അവരൊക്കെ മുശ്രിക്കായില്ലേ, അവരൊക്കെ കാഫിറായില്ലേ? സഹോദരങ്ങളെ, ഇത് മൗലവിമാരുടെ ദുർവ്യാഖ്യാനമാണ്. ഇത് തൗഹീദല്ല, ഇത് പൊങ്ങുന്ന കപ്പലാണ്. അതിൽ നിന്ന് തെറ്റിദ്ധാരണയുടെ പേരിൽ മാറി നിൽക്കുന്ന സഹോദരങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ സമയമായിരിക്കുന്നു. സ്വഹാബത്തിന് ശേഷം താബിഉകൾ ചെയ്തതെന്താ? ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾ ആരംഭ റസൂലിന്റെ ജാറത്തിങ്കൽ ചെന്ന് പറഞ്ഞതെന്താ? യാ സയ്യിദസ്സാദാതി ജിതുക ഖാസിദാ അർജൂ റിളാക വ അഹ്തമി ബിഹിമാക. നേതാക്കളുടെ നേതാവായ നബിയേ, ഞാനിതാ അങ്ങയുടെ അരികിലെത്തിയിരിക്കുന്നു നബിയേ, അവിടത്തെ പൊരുത്തം എനിക്കുണ്ടാവണേ നബിയേ. കേരളത്തിലെ മുജാഹിദുകളെ സൽസബിയിൽ 1984 എഴുതി വെച്ചത് എന്താണെന്നറിയാമോ? റസൂലുള്ളാഹി തങ്ങളുടെ പൊരുത്തം തേടിയാൽ അവൻ മുശ്രിക്കാണ്, കാഫിറാണെന്ന് മാത്രമല്ല, ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് അവിടെയുള്ള ബിംബത്തിന് സുജൂദ് ചെയ്യുന്നവനേക്കാളും വലിയ മുശ്രിക്കാകുന്നു. ഇവരുടെ ഭാഷയിൽ അബൂ ഹനീഫ ഇമാം ആരായിത്തീരും? കഴിഞ്ഞോ? ഇമാം മാലിക് തങ്ങൾ മദ്ഹബിന്റെ ഇമാമുകളിൽ രണ്ടാമത്തവരല്ലേ? അവിടുത്തെ ഭരണാധികാരിയായ അബൂ ജഅഫർ എന്ന് പറയുന്ന ഖലീഫ വന്ന് ചോദിക്കുന്നു, അല്ല ഇമാം മാലിക്, ഞാൻ ഇവിടെ വെച്ച് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിലേക്കാണോ തിരിയേണ്ടത്, അതല്ല കഅബയിലേക്കാണോ? കഅബയിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ പിൻഭാഗമായിരിക്കും റസൂലിന്റെ ഭാഗത്ത്, നമുക്കറിയാം. റസൂലിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ പിൻഭാഗം കഅബയിലേക്കായിരിക്കും. ഞാൻ എങ്ങോട്ടാ തിരിയേണ്ടത്? അസ്തഖ്ബിലു റസൂലല്ലാഹി അമ്മസ്തദ്ബിറുഹു. ഇതങ്ങ് ചോദിക്കുമ്പോൾ സഹോദരങ്ങളെ, ഇമാമുദാരിൽ ഹിജ്റ ശാഫി ഇമാമിന്റെ ഗുരുവര്യരായ താബിഉകളിൽ പ്രമുഖരായ, അല്ലെങ്കിൽ തബഉ താബിഉകളിൽ പ്രമുഖരായ ഇമാം മാലിക് തങ്ങൾ പറയുന്നത് എന്താണ്? രാജാവേ, ലിമ തസ്രിഫു വജ്ഹക അൻഹു, എന്തിനാണ് നിങ്ങളുടെ മുഖം റസൂലുള്ളാഹിയിൽ നിന്ന് തിരിക്കുന്നത്? വഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം, നിങ്ങളുടെയും നിങ്ങളെ പിതാവായ ആദം നബിയുടെയും ഇടയിലുള്ള ഇടയാളനല്ലേ ആരംഭ റസൂൽ. അതുകൊണ്ട് ബല്ലിസ്തഖ്ബിൽഹു, റസൂലിനോട് നിങ്ങൾ റസൂലിലേക്ക് മുന്നിടൂ, അവിടെ വെച്ച് പ്രാർത്ഥിക്കൂ. വസ്തശ്ഫിഉ ബിഹി, ആ റസൂലിനോട് നിങ്ങൾ ശഫാഅത്ത് തേടിക്കോളൂ. ഇമാം മാലിക് പഠിപ്പിക്കുന്ന തൗഹീദാണിത്. കേരളത്തിലെ മുജാഹിദ് പറയുന്നത് എന്താണെന്നറിയാമോ? അത് തൗഹീദ്, റസൂലുള്ളാഹി തങ്ങളോട് ശഫാഅത്ത് തേടുന്നത് ശിർക്കാണ്, കുഫ്റാണ്. കേരളത്തിലെ വിവരമില്ലാത്ത മുജാഹിദ് പഠിപ്പിക്കുന്നു. ഇമാം മാലിക് പഠിപ്പിക്കുന്ന തൗഹീദ്, ഇമാം അബൂ ഹനീഫ തങ്ങൾ പഠിപ്പിക്കുന്ന തൗഹീദ്, ലോക മുസ്ലിം പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്ന തൗഹീദ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നതിന് എതിരല്ല, തൗഹീദിനെതിരല്ല. ജാറത്തിങ്കൽ പോയി ബറക്കത്തെടുക്കൽ ശിർക്കല്ല. മുജാഹിദ് പറയുന്നതോ, ഉദ്ദേശ്യ സാഫല്യത്തിന് ജാറത്തിങ്കൽ പോയാൽ അവൻ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. നിങ്ങൾക്കറിയാമോ, മദ്ഹബിന്റെ ഇമാമുകളിൽ മൂന്നാമത്തെ മഹാൻ ഇമാമുൽ അഇമ്മ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. മഹാനവറുകൾ അബൂ ഹനീഫ ഇമാമിനെ കണ്ടിട്ടില്ല. കാരണം അബൂ ഹനീഫ ഇമാം മരിക്കുന്ന അന്നാണ്, വഫാത്താകുന്ന അന്നാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അതുകൊണ്ട് ഷാഫി ഇമാം പറയുന്നു, 1000 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. 4463 വഫാത്തായ ഹാഫിള് ഖതീബുൽ ബഗ്ദാദിയുടെ താരീഖു ബഗ്ദാദ് എന്ന ഗ്രന്ഥമാണ് എന്റെ കയ്യിൽ. മഹാൻ പറയുന്നു, ഷാഫി ഇമാമിൽ നിന്ന് സനദ് സഹിതം ഉദ്ധരിക്കുകയാണ്, إني
ലാ തബറകു ബി അബീ ഹനീഫത വഅജീഉ ഇലാ ഖബ്രിഹി ഫീ കുല്ലി യൗമിൻ സായിറാ. ഞാൻ ബഗ്ദാദിലാകുമ്പോ അബൂ ഹനീഫ ഇമാമിന്റെ ജാറത്തിങ്കൽ പോകുന്നു, അവിടെ പോയി ബറക്കത്തെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങളുടെ മഖ്ബറ അത് ബഗ്ദാദിലാണ്. നമുക്കറിയാമല്ലോ, ഇറാഖിലെ ബഗ്ദാദിലാണ്. 2 ആഴ്ചകൾക്ക് മുമ്പ് വിനീതനായ ഞാൻ മഹാത്മാക്കളായ ഉസ്താദുമാരോട് കൂടെ സിയാറത്തിന് പോയിരുന്നു. എന്തൊരു വലിയ ജാറമാണ്, എന്തൊരു വലിയ മഖാമാണ്. വിശ്വാസികൾ അവിടെ വന്ന് ബറക്കത്തെടുക്കുന്നു. നമ്മുടെ നാട്ടിലെ മുജാഹിദ് പറയുന്നതോ അത് ശിർക്കാണ്, കുഫറാണ്, തൗഹീദിന് വിരുദ്ധമാണ്. പക്ഷേ ശാഫി ഇമാം പറയുന്നത് എന്താ? ഇന്നി ലാ തബറകു ബി അബീ ഹനീഫ വഅജീഉ ഇലാ ഖബ്രിഹി ഫീ കുല്ലി യൗമിൻ സായിറാ. ഞാൻ അവിടെ പോയി ബറക്കത്തെടുക്കുന്നു, ഖബറിങ്കൽ പോയി എല്ലാ ദിവസവും. എന്നിട്ടോ ഫൈദാ അർളത്തിലി ഹാജത്തുൻ, എനിക്ക് വല്ല ആവശ്യവും നേരിട്ടാൽ സ്വല്ലൈതു റകഅതൈനി, 2 റകഅത്ത് നിസ്കരിക്കും. വജിഅതു ഇലാ ഖബ്രിഹി, അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിങ്കൽ ഞാൻ പോകുന്നു. വസഅൽതുല്ലാഹൽ ഹാജത ഇൻദഹു, അവിടെ വെച്ച് ഞാൻ ദുആ നടത്തുമ്പോൾ ഫമാ തബ്ഉദു അന്നി ഹത്താ തുഖ്ലാ, എന്റെ ദുആ സ്വീകരിക്കപ്പെടാതിരുന്നിട്ടില്ല. പറയുന്നത് ആരാ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. കേരളത്തിലെ വഹാബി പറയുന്നതോ മുജാഹിദുകൾ പറയുന്നതോ അങ്ങനെ ചെയ്താൽ അവൻ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. മഅദല്ലാഹ്. ഇമാമുകൾ പഠിപ്പിച്ച തൗഹീദ്, ലോക മുസ്ലിമീങ്ങൾ ഉൾക്കൊണ്ട തൗഹീദ്, സഹോദരങ്ങളെ, അതാണ് അഹ്ലുസ് സുന്ന ഉൾക്കൊള്ളുന്നത്. ഇത് 2 3 ഇമാമുകളല്ല, ലോകത്ത് കഴിഞ്ഞ സർവ്വ ഇമാമുകളും, ഇമാമുൽ ഹറമൈനി, ഇമാം ഗസ്സാലി, ഇമാം റാസി, ഇമാം നവവി, സഹോദരങ്ങളെ, ലോക പ്രശസ്ത പണ്ഡിതന്മാർ, ഇമാം അബ്ദുൽ മഖ്ദസി, അതുപോലെ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി, എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നു, തേടുന്നു. അഹ്ലുസ് സുന്ന ഉൾക്കൊള്ളുന്ന തൗഹീദ് അംഗീകരിക്കുന്നു. അത് മാത്രമേ തൗഹീദുള്ളൂ. അത് അചഞ്ചലം.